അതെ, ഈ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും, ശരിയല്ലേ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് പ്രശസ്തരായ ആളുകൾ ആരെയെങ്കിലും വിമർശിക്കപ്പെടുകയാണെങ്കിൽ ആ പ്രശസ്തരോടൊപ്പം തന്നെ വിമർശനം ഏറ്റുവാങ്ങുന്ന ആളും അറിയപ്പെടും. ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ മമ്മൂട്ടിയും വയനാട് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും തമ്മിലുള്ള വിഷയമാണ്. സത്യത്തിൽ മമ്മൂട്ടി അവിടെ ഉദ്ദേശിച്ചത് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി താനൊരു നല്ല കാര്യത്തിന് വേണ്ടി വരുമ്പോൾ സദാസമയം അദ്ദേഹം തൻ്റെ കൂടെ നിൽക്കുമ്പം ഈ പാർട്ടിക്കാരുടെ ക്ഷണമനുസരിച്ച് താൻ വന്നതാണെന്നും അവരുടെ പ്രചാരകനായി വരുന്ന ഒരാളായിട്ട് ജനം കരുതരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് മമ്മൂട്ടി പറഞ്ഞത്. പക്ഷെ അത് സന്ദർഭവും നോക്കാതാണ് മമ്മൂട്ടി പറഞ്ഞത്. ക്യാമറയ്ക്ക് മുമ്പിലായതുകൊണ്ട് ഒരാളുടെ പൊതുജന മധ്യത്തിൽ വെച്ച് ഇകഴ്ത്തി എന്നുള്ള ഒരു വിമർശനമാണ് ഉയരുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഈ ഒരു വിഷയങ്ങൾക്ക് മുമ്പ് നമുക്ക് ആർക്കെങ്കിലും ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി അറിയാമായിരുന്നു? വയനാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിക്കാർക്കും പൊതുപ്രവർത്തകർക്കും അറിയാം. അതിനപ്പുറത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി റഫീഖിനെ അറിയുമായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൽ എവിടെയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് റഫീഖ് മാറി. ഈ സിനിമാ ജീവിതത്തിനിടയിൽ മമ്മൂട്ടി എത്രയോ പേരെ അനുഗ്രഹം ചൊരിഞ്ഞു കാണും. നമുക്ക് ആർക്കെങ്കിലും അവരെ അറിയോ? പക്ഷേ ഒരാളെ ശകാരിച്ചപ്പോൾ ആ ഒറ്റ ശകാരം കൊണ്ട് ആ ശകാരമേറ്റ ആൾ കേരളം മൊത്തം അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്തൂടെ നഷ്ടം മമ്മൂട്ടിക്കാണോ റഫീഖിനാണോ? സത്യത്തിൽ റഫീഖ് മനസ്സുകൊണ്ട് ചിരിക്കുകയായിരിക്കും. മാധ്യമങ്ങളിലും പത്രത്താളുകളിലുമെല്ലാം റഫീഖ് എന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ പോയാൽ മമ്മൂട്ടിയുടെ ശകാരം ഏറ്റുവാങ്ങാൻ ജനം ക്യൂ നിൽക്കും. എന്താ, ശരിയല്ലേ?